ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ ഒഴിച്ചേറിയാണ്. നമ്മുടെ പപ്പായ വൻപയർ ഒഴിച്ചേറി. സാധാരണ ഒഴിച്ചേറി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് പപ്പായ വൻപയർ ഒഴിച്ചേറി ഉണ്ടാക്കുന്നതിന്. നമ്മൾ പപ്പായ വൻപയർ എരിശ്ശേരിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പപ്പായ വൻപയർ ഒഴിച്ചേറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പപ്പായ വൻപയർ ഒഴിച്ചേറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പപ്പായ വൻപയർ ഒഴിച്ചേറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളൊരു പപ്പായയുടെ 1/4 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ 1/4 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. വൻപയർ നിങ്ങളുടെ കയ്യിലുള്ള വൻപയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ, എത്ര വിസിൽ വരണം എന്നുള്ളത്. എൻ്റെ കയ്യിലുള്ള വൻപയർ ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതൊരു 5 വിസിൽ വരുമ്പോഴേ കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ 5 വിസിൽ വരുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാനൊരു 4 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ പപ്പായയും കൂടി ചേർത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചത്. വൻപയറിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും കൂടി ചേർത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. വൻപയർ കുക്കറിലേക്ക് മാറ്റാം. 2 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. വെള്ളം കുറച്ച് കൂടി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പപ്പായയും കൂടി ആഡ് ചെയ്യാനുള്ളതാണല്ലോ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ പയർ കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ വേറെ ജോലികളുണ്ടെങ്കിൽ വേറെ ജോലികൾ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് പപ്പായ കുക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അരപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പപ്പായ കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി ഞാൻ തുറന്നിട്ടുണ്ട്. പയർ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. പപ്പായയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/4 ടീസ്പൂൺ മതി. ഇപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അരപ്പിലേക്കാണെങ്കിലും നമ്മുടെ പയറിലേക്കും പപ്പായയിലേക്കും ഒന്നും പൊടികൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വറവിടുന്നത് ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് മതി, സവോള വഴറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും മതി. ഞാനിപ്പോൾ വേറെ പാത്രത്തിൽ വറവിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ തന്നെ വറവിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി സവോളയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരട്ടെ. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ തക്കാളി ചേർക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മൾ പയർ വേവിച്ചപ്പോൾ നമ്മുടെ പച്ചമുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് വേഗം തന്നെ പൊടികൾ കുക്കായി വരും. പൊടികളൊന്ന് ചേർത്ത് ഇളക്കി ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും പപ്പായയും ചേർത്ത് കൊടുക്കുക.
പയറും പപ്പായയും ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ അരച്ച് വെച്ചതുപോലെ അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 രീതിയിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ പപ്പായ കുടഞ്ഞു പോവാതെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അരപ്പ് ചേർക്കുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പപ്പായ പയർ കറിയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. അധികം സമയമൊന്നും എടുക്കില്ല. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുക്കറിലെല്ലാം വേവിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് സവാളയൊക്കെ വഴറ്റിയെടുക്കുക. തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ തക്കാളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. കറി റെഡിയായി കഴിയും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. പുട്ടിൻ്റെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണോ പുട്ടിൻ്റെ കൂടെയാണോ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചു പോകരുതല്ലോ കറി. നന്നായിട്ടൊന്ന് ആവി വരാനേ പാടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. പപ്പായയുടെ ഒരു ചെറിയ പീസും കുറച്ച് വൻപയറും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലിനി കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ചട്ടി നമ്മൾ കറി ഉണ്ടാക്കിയ ബർണറിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ബർണറിൻ്റെ ചൂടും ചട്ടിയുടെ ചൂടും കൊണ്ട് കറി തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും ബർണറിൽ നിന്ന് മാറ്റി വെച്ചാലും ചട്ടിയിൽ തന്നെ കറി വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഒന്ന് തിള വരാതിരിക്കാനായിട്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുക. ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കുക. ചോറിന് ചൂടുണ്ടാവണം, കറിക്ക് ചൂടുണ്ടാവരുത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.